ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ ഉൾപ്പെടെ 5 പേർക്കെതിരെയാണ് നടപടി. SITയുടെ റിപ്പോർട്ട് പ്രകാരം അനിൽകുമാറിനെയും സന്ദീപിനെയും അടക്കം DGP സസ്പെൻഡ് ചെയ്തു. അതേസമയം പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ പ്രോസിക്യൂഷനായില്ല. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്താത്ത കേസിൽ എങ്ങനെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർക്കാനാകുമെന്ന് കോടതി ചോദിച്ചു. ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തീർപ്പാക്കി. മർദ്ദനമേറ്റ 2 പേരിൽ ഒരാൾ ഇപ്പോൾ ആലപ്പുഴയുടെ MLA ആണ്, AD തോമസ്. മറ്റൊരാൾ KSU നേതാവ് അജയ് ജുവൽ കുര്യാക്കോസ് ആണ്. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി അജയാണ് ചേരുന്നത്. അപ്പോൾ അജയിലേക്ക് തന്നെ നമുക്ക് നേരിട്ട് കടക്കാം. ഇന്ന് പ്രത്യേക സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായ ഒരു ദിവസമാണ്. അപ്പോൾ അജയ്, ഗുഡ് ഈവനിങ്. എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമുണ്ടായ ദിവസമാണ്. പ്രത്യേകിച്ചും മാസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവം, അതിലാണിപ്പോൾ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ഒരു നടപടി ഉണ്ടായപ്പോൾ എന്താണ് ആദ്യം തോന്നിയത്? തീർത്തും വളരെയേറെ സന്തോഷം ഉള്ളൊരു ദിവസമാണ്. കാര്യം കഴിഞ്ഞ 3 വർഷക്കാലമായി നടത്തുന്ന ഒരു നിയമ പോരാട്ടം, അതിന് ഒരു പ്രതിഫലം അല്ലെങ്കിൽ അതിനൊരു ഫലം കണ്ടു തുടങ്ങി എന്ന് കാണുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഞങ്ങൾ ഏറ്റവും ആദ്യം മുതൽക്കേ തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇതൊരു മുഖ്യമന്ത്രിയുടെ ഗൺമാൻ എന്ന് പറയുന്ന വലിയ പദവിയിലിരിക്കുന്ന ഒരാളാണ്. മുഖ്യമന്ത്രിയുടെ ഗൺമാനും PSOമാരും. ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാനും PSOമാരും എന്ന് പറയുമ്പോൾ സാധാരണ ഇവിടുത്തെ അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് വലിയ ബന്ധങ്ങളുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുന്നതിൽ സ്വാഭാവികം സഹപ്രവർത്തകരാണ്. അവർക്കെതിരെ കേസെടുക്കുന്നതിൽ രജിസ്റ്റർ ചെയ്യുന്നതിലൊക്കെ വളരെ ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സസ്പെൻഡ് ചെയ്ത് വേണം ഇവർക്കെതിരെ അന്വേഷണം നടത്താനെന്ന കാര്യം ഞങ്ങൾ ഏറ്റവും ആദ്യം ആവശ്യപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ നാളിതുവരെയായി അതിനൊരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന ഗൺമാനും അതുപോലെ തന്നെ മറ്റ് സന്ദീപ് അടക്കമുള്ള 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ രീതിയിലാണ് നടപടി ഉണ്ടായിക്കൊണ്ടിരുന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 1 മണിക്കൂറിനുള്ളിൽ തന്നെ മന്ത്രിസഭാ യോഗം ചേർന്ന് 1 മണിക്കൂറിനുള്ളിൽ തന്നെ കൃത്യമായി ഈ വിഷയം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു SIT രൂപീകരിച്ചു. വളരെ സത്യസന്ധരായ അന്വേഷണ ഉദ്യോഗസ്ഥരെ അടങ്ങുന്ന ഒരു ടീമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ വളരെ കാര്യക്ഷമമായി തന്നെ അന്വേഷണം പുരോഗതി നടക്കുന്നുണ്ട്. എന്നെയും തോമസിനെയും അവർ വിളിച്ച് മൊഴി ഞങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. ആ സമയത്ത് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാകും, അവരെല്ലാം വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് നമ്മുടെ അടുത്ത്, അല്ലെങ്കിൽ വളരെ ഒരു വെൽക്കമിങ് ആയിട്ടായിരുന്നു. നേരത്തെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അവിടെ ആ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം, അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ തെളിവുകൾ ഹാജരാക്കാൻ വേണ്ടി ഞങ്ങൾ DYSP ഓഫീസിൽ വിളിച്ച് ആ ഒരു ഇൻസിഡൻറ്റ് പറയാം. അവിടെ ചെല്ലുമ്പോൾ ഇന്ന് ഇല്ല, നാളെ പോയിട്ട് നാളെ വാ, സാറില്ല. പിറ്റേ ദിവസം ചെല്ലുമ്പോൾ ഉടനെ പറയും, നിങ്ങൾ സാറ് ഒന്ന് പുറത്തോട്ട് പോകുവാണ്, സാറവിടെ ഉണ്ടാകും, പക്ഷേ ഒന്ന് പുറത്തോട്ട് പോകാൻ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് സാറ് ഒന്ന് ട്രിവാൻഡ്രം പോകും, അത് കഴിഞ്ഞപ്പോൾ ഈ ആഴ്ചയ്ക്ക് ശേഷമേ സാറിന് വരാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയും. അങ്ങനെ ഞങ്ങളെ ഒരു 1.5 മാസക്കാലം അവർ നോട്ടീസ് വന്ന് വിളിച്ചിട്ട് 1.5 മാസക്കാലമാണ് ഞങ്ങൾ നടത്തിച്ചത്. സ്വാഭാവികമായി അതിനുശേഷം ഞങ്ങൾ കാണുന്നത് തന്നെ റഫർ നോട്ടീസ് ഞങ്ങൾക്ക് വരികയാണ്. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഞാനപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥരോട് ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങളെ വിളിച്ച് ഞങ്ങളോട് ഹാജരാക്കാൻ തയ്യാറായിരുന്നല്ലോ. അപ്പോൾ പറഞ്ഞത്, അതിനകത്ത് നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ വന്നില്ല. ഓക്കെ, പിന്നെ നമുക്ക് അതിനകത്തൊരു മാർഗ്ഗം എന്ന് പറയുന്നത് കോടതിയിൽ പോവുക എന്നുള്ളത് മാത്രമാണ്. ഞങ്ങൾ അവിടെ ഒബ്ജക്ഷൻ ഫയൽ ചെയ്തു. ഞങ്ങൾ തെളിവുകൾ ഹാജരാക്കി. ഈ കേസിൻ്റെ ഏറ്റവും ആദ്യം മുതൽക്കേ തന്നെ ഞങ്ങൾ പറയുന്നുണ്ട്, ഈ കേസ് വിഷ്വൽസ് ഷൂട്ട് ചെയ്തൊരു ക്യാമറാമാൻ ഉണ്ട്, അദ്ദേഹം ഈ തെളിവുകൾ ഹാജരാക്കാൻ തയ്യാറാണ് എന്ന സാഹചര്യം എനിക്ക് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം പോലീസിനുണ്ടല്ലോ. അതൊന്നും നടത്തിയിട്ടില്ല. അതെല്ലാം ഇപ്പോൾ ഈ സ്റ്റേജിൽ നടത്തി എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഞാൻ ഇന്ന് ആ ഒബ്ജക്ഷൻ, അതായത് ഇന്നിപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ കോടതിയിൽ SIT അത് കൊടുക്കാൻ വീഴ്ച സംഭവിച്ചു. ഞാൻ മനസ്സിലാക്കുന്ന വീഴ്ച സംഭവിച്ചു എന്നുള്ളതല്ല. ആ കേസിൽ 294B, 324, 325 എന്നീ വകുപ്പിൽ ചുമത്തിയായിരുന്നു ഏറ്റവും ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത്. ആ വകുപ്പിൽ തന്നെയാണ് ഈ കേസ് നിൽക്കുന്നത്. എന്നാണ് ഇവർക്ക് അന്വേഷണം കൈമാറിയത്? 19/5/2026 ഈ കേസിൻ്റെ ഒരു അന്വേഷണം ഇവർക്ക് കൈമാറിയത്. ഏകദേശം 6-7 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ഇവർ അതിനിടയ്ക്ക് ഈ ഒബ്ജക്ഷൻ്റെ കോപ്പി എനിക്ക് നിങ്ങളുടെ കയ്യിലും കാണുമായിരിക്കും. അവർ അതിനകത്ത് തോമസിനെ, അതുപോലെ തന്നെ എന്നെ, GSI സാബു, AGSI പ്രദീപ്, സന്തോഷ്, സീമോള്, പിന്നെ അവിടെ ഉണ്ടായിരുന്ന കടയുടെ ഓണർ, പിന്നെ ഒരു KSRTC ഡ്രൈവർ, മറ്റു വിറ്റ്നസ്സുകൾ എല്ലാവരും ചോദ്യം ചെയ്ത് കഴിഞ്ഞു. പക്ഷേ മൊഴികൾ രേഖപ്പെടുത്തിയിട്ട് ഇതിലൊരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ, വകുപ്പുകളിലൊരു മാറ്റം വരുത്തണമെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി നീഡ് എ ടൈം. ഒരു ടൈം ഫ്രെയിമിൽ വെച്ചാൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു സമയമാണ് അവർക്ക് കൊടുക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ
ഇത് ഫയൽ ചെയ്തേക്കുന്നത് ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിലാണ്. ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എന്ന് പറയുമ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ. ഏത് സെൻസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റുന്നത്? ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് ആ കേസിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. ഈ കേസിൽ ആദ്യം മുതൽക്കേ ഉള്ള സ്റ്റേജ് എന്താണ്? ബെയിലബിൾ ഒഫൻസുകളിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. മൊഴികളിൽ ഒരു മാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഇവരുടെ ഫൈൻഡിങ്സിൽ ഏറ്റവും അവസാനം പറയുന്നത്, it is submitted that the offences presently incorporated are bailable in nature and the investigation by SIT presently in initial stage and under progress. Hence the present application seeking the extraordinary discretionary relief of anticipatory bail is itself unnecessary and devoid of merit. പിന്നെ അതിനുശേഷം പറയുന്നൊരു കാര്യം പറയുന്നുണ്ട്, ഈ കേസ് കമ്മിറ്റഡ് ആൻഡ് ഈസ് പ്രസൻ്റ്ലി അറ്റ് ഇറ്റ്സ് ഇനിഷ്യൽ ആൻഡ് പ്രിമച്വർ സ്റ്റേജ്. ഏത്? ഈ SIT അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഈ കേസ് വന്നിട്ട് ഏകദേശം 3 വർഷത്തോളമായി. പക്ഷേ ഈ SIT അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഒരു പ്രിമച്വർ സ്റ്റേജിലാണ്. ഗ്രാൻറ്റിംഗ് എനി ഫോം ഓഫ് പ്രീ അറസ്റ്റ് പ്രൊട്ടക്ഷൻ അറ്റ് ദിസ് സ്റ്റേജ് ഈസ് ലൈക്ലി ബി അഡ്വൈസബിൾ അഫക്ട് ദ ഫെയർ ആൻഡ് എഫക്റ്റീവ് പ്രോഗ്രസ് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ. വളരെ കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ട്, ഈ സ്റ്റേജിൽ ജാമ്യം കൊടുത്താൽ ഇത് ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ കേസിൽ അങ്ങനെ ഒരു ജാമ്യം കൊടുക്കേണ്ട ഒരു ആവശ്യകത തന്നെ വരുന്നില്ല എന്ന് പറയുന്നത് ഈ പെറ്റീഷൻ തന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തള്ളിയത്? ഈ പെറ്റീഷൻ തള്ളുകയാണ് ചെയ്തത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇത് മെയിൻറ്റെയിനബിൾ അല്ല എന്നാണ് പറയുന്നത് കോടതി ഭാഷയിൽ. മെയിൻറ്റെയിനബിൾ അല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻറ്റെയിനബിൾ അല്ല എന്ന് പറയുന്നത് ഈ പെറ്റീഷൻ ആ കോടതിയിൽ ഫയൽ ചെയ്യാൻ പറ്റുന്ന ഒരു പെറ്റീഷൻ അല്ല. അതൊരു പെറ്റീഷൻ അവിടെ ഫയൽ ചെയ്യാൻ പറ്റുന്ന പെറ്റീഷൻ ഇടപെടുകയാണ്. അതായത് ഒരു വ്യക്തത വരാൻ വേണ്ടിയാണ് അതിലൊരു ഇടപെടുകയാണ്. അതായത് SIT കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി ഇവരെല്ലാം പ്രതി ചേർത്ത് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് എന്തുകൊണ്ട് പ്രോസിക്യൂഷന് ലഭിച്ചില്ല, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് കോടതിക്ക് മുന്നിൽ പ്രോസിക്യൂഷന് സമർപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇന്ന് കോടതി ചോദിച്ചത്. മുൻപുണ്ടായിരുന്ന അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കോടതി അവർക്ക് ജാമ്യം അനുവദിക്കാം. കാരണം അത്തരത്തിൽ ജാമ്യം ഇല്ലാത്ത നൽകാനാകാത്ത വകുപ്പുകളൊന്നും അതിലില്ല എന്നാണ് പറയുന്നത്. അത് മുൻകൂർ ജാമ്യം നൽകുന്നതിനെതിരായി സമർപ്പിച്ച ഹർജിയിൽ. അപ്പോൾ അതൊന്നുകൂടി ഒന്ന് വിശദമാക്കാം. അതാണ് ഞാൻ പറഞ്ഞല്ലോ, അത് നേരത്തെ ഉണ്ടായിരുന്ന വകുപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ കേസ് നിൽക്കുന്നത്. SIT കോടതിയിൽ ചാർജ് 3 പ്രതികളെ ആഡ് ചെയ്തു എന്ന് പറയുന്നത് എനിക്കറിയില്ല. മാധ്യമങ്ങളിലൂടെ ഞാൻ കണ്ടത് മാത്രമാണ് ഈ പറയുന്ന കോടതിയിൽ ഇത് സമർപ്പിച്ചു എന്നുള്ള കാര്യം. എനിക്കറിയില്ല, ഞാൻ അവിടെ അന്വേഷിച്ചതെന്ന് എനിക്ക് അറിയില്ല. എനിക്കറിയത്തില്ല, ഞാനുള്ള കാര്യം പറയാമല്ലോ. എനിക്കറിയത്തില്ല അങ്ങനൊരു പെറ്റീഷനോ എന്തെങ്കിലും കാര്യങ്ങൾ കോടതിയിൽ അവർ സമർപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തെപ്പറ്റി എനിക്ക് നിശ്ചയമില്ല. ഞാൻ മനസ്സിലാക്കുന്നുള്ളത്, എനിക്ക് കോടതിയിൽ നിന്ന് കിട്ടിയ അറിവനുസരിച്ചുകൊണ്ട് അവർ ഇതുവരെ ഈ കേസിൽ സെക്ഷൻസ് ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആ കേസിൽ സെക്ഷൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അവർ പ്രതി ചേർത്തോ അല്ലെങ്കിൽ അത് പോലീസിൻ്റെ നടപടിക്രമങ്ങളാണ്. ഈ ദിവസങ്ങളിൽ തന്നെ ഒരു 7 ദിവസം കൊണ്ട് ഒരിക്കലും ഒരു കേസിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ കേസിൻ്റെ ഒരു മൊഴികൾ മാറ്റം വരുത്തിക്കൊണ്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതോ അതൊരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു 7 ദിവസത്തിൽ തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ ADGP MR അജിത് കുമാറിന്റെ പേരും കൂടി വരുന്നതാണ്. അദ്ദേഹത്തിന്റെ ഇടപെടൽ സംബന്ധിച്ച് നിങ്ങളുടെ വലിയ തരത്തിലുള്ള ആരോപണമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ റിപ്പോർട്ട് തിരുത്തിച്ചു എന്നതടക്കമുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരം ആരോപണം നിങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനുള്ള അടിസ്ഥാനം എന്താണ്? വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അപ്പോൾ അത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ ഈ ഒരു അന്വേഷണം അല്ലെങ്കിൽ കേസ് മറ്റൊരു തലത്തിലേക്ക് കൂടി കടക്കുകയല്ലേ ചെയ്യുക? തീർച്ചയായിട്ടും ഞങ്ങൾ അതിനകത്ത് ആദ്യം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നത് വെച്ച് ഞാനും തോമസും മനസ്സിലാക്കിയിരുന്നത് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ റഫർ ചാർജ് നൽകുകയും അതുപോലെ കേസെടുക്കാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്തിരുന്നത് ഗൺമാൻ എന്ന് പറയുന്ന ആളുടെ ഒരു മുഖ്യമന്ത്രിയുമായിട്ടുള്ള അല്ലെങ്കിൽ ഉന്നത ബന്ധങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ളതായിരുന്നു ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ എന്നാൽ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, നിങ്ങൾ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ മറ്റ് ആൾക്കാർ, ഇപ്പം മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കുന്നത് ഈ ആലപ്പുഴയിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഈ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് മാധ്യമപ്രവർത്തകരിൽ നിന്നൊക്കെ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ, DYSP അടക്കമുള്ള 3 ഉദ്യോഗസ്ഥരെ ADGPയുടെ ഓഫീസിൽ ഈ റഫർ ചാർജ് കൊടുക്കുന്ന അടുത്തുള്ള ദിവസങ്ങളിൽ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തുകയും
അവിടെ വെച്ച് 4 ദിവസത്തോളം അവരോട് റിപ്പീറ്റഡായി ആവശ്യപ്പെട്ടു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ അറിഞ്ഞത് വെച്ചുകൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അകത്തൊരു ഒതൻറ്റിസിറ്റി അതിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് വളരെ വിശ്വസനീയമായ സ്ഥലങ്ങളിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് എന്താണ്, അത് പരിശോധിക്കണം, ആ വിഷയം പരിശോധിക്കുകയും ആ വിഷയം പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കുകയും വേണമെന്നുള്ളതാണ്. അങ്ങനെ ഒരു ഇടപെടൽ ADGPയുടെ ഭാഗത്തുനിന്ന് ഉണ്ട് എങ്കിൽ ഞങ്ങൾ അതിനെതിരെ കൃത്യമായ ഒരു പരാതി മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ തന്നെ ഞങ്ങളത് കൊടുക്കും. ഈ പറയുന്ന ADGPയുടെ ഇടപെടലുകളെ സംബന്ധിച്ചൊരു അഭ്യൂഹം നിൽക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടോ? വസ്തുതയുണ്ടെങ്കിൽ മാത്രം നടപടി ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. എന്തായാലും ഇപ്പോൾ ഈ ഒരു സംഭവം നടന്നിട്ട് ഇത്രയും കാലമായി യഥാർത്ഥത്തിൽ ആ ദൃശ്യങ്ങൾ കാര്യങ്ങളെല്ലാം പറയുന്നതാണ്. നിങ്ങൾ രണ്ടുപേരും അത്രമാത്രം വലിയ മർദ്ദനം ഏൽക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ ഈ ഭരണം മാറിയത് കൊണ്ട് മാത്രമാണോ ഇങ്ങനെ ഒരു നടപടിയിലേക്കൊക്കെ എത്താൻ കാരണമായത് എന്നാണോ നിങ്ങൾ കരുതുന്നത്? പ്രത്യേകിച്ചും ഇതൊരു രാഷ്ട്രീയ പ്രതികാരമല്ല എന്നാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒരേപോലെ പറയുന്നത്. അപ്പോൾ ഈ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾ ഈ കേസ് ഒരു നിയമ പോരാട്ടത്തിലാണ്. ഇവർക്കെതിരെ എന്തെങ്കിലും ഒരു SFIക്കാർ കാണിച്ച പോലെ മർദ്ദിക്കാനോ മറ്റോ ഒന്നും ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾ ഈ കേസിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് മുതൽ ഞങ്ങളൊരു നിയമ പോരാട്ടമാണ് നടത്തിക്കൊണ്ടുപോകുന്നത്. ആ പോരാട്ടത്തിൽ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ പറഞ്ഞോളൂ കേൾക്കാം. അജയ് ഓക്കെ, ഞങ്ങൾ ഏറ്റവും ആദ്യം മുതൽക്കേ തന്നെ ഈ കേസിൽ ഒരു നിയമ പോരാട്ടമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ അവരെ ആക്രമിക്കുവാനോ മറ്റോ ഒന്നും തന്നെ ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾ ആ വിഷയത്തിൽ ഒരു നിയമപരമായി അന്ന് ഞങ്ങൾ ഏറ്റവും ആദ്യം തന്നെ ഞങ്ങൾ കൊടുത്ത ഒരു പെറ്റീഷൻ, കോടതിയിൽ കൊടുക്കുകയാണ് പെറ്റീഷൻ. അതിനുശേഷം ഞാനും തോമസും ആദ്യം കൊടുത്ത പരാതി, ഇതിലെല്ലാം വളരെ കൃത്യമാണ്. ആദ്യം മുതൽക്കേ ഏറ്റവും അവസാനം വരെയുള്ള പെറ്റീഷനുകളിൽ ഈ പറയുന്ന തോമസ് കൊടുത്തിരിക്കുന്ന ഉൾപ്പെടെയുള്ള പെറ്റീഷനുകളിൽ വളരെ കൃത്യമാണ്. ഞാൻ ഉൾപ്പെടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം വളരെ കൃത്യമായിട്ട് ഒരേ അലിഗേഷൻസ് ആണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒബ്ജക്ഷൻ ഫയൽ ചെയ്തിരുന്നു ഞങ്ങൾ. റഫർ ചാർജിൽ ഒരു ഒബ്ജക്ഷൻ, അതാണല്ലോ പ്രധാനമായുള്ള ഡോക്യുമെന്റ് ആയിട്ട് നിൽക്കുന്നത്. തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ട ആ ഡോക്യുമെന്റിൽ അടക്കം ഞങ്ങൾ പറയുന്ന 308 പോലുള്ള വകുപ്പുകൾ ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ട് എന്ന് ഞങ്ങൾ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഒരു സാഹചര്യത്തിലും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല ഈ പറയുന്ന എന്തെങ്കിലും ഒരു എക്സ്ട്രാ നിയമത്തിന് അതീതമായി അല്ലെങ്കിൽ സർക്കാർ വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് എക്സ്ട്രാ പരിരക്ഷ കിട്ടണം ഒന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വളരെ കൃത്യമായി ന്യായമായി നമുക്ക് കിട്ടേണ്ട ഒരു പൊതുജനം എന്ന രീതിയിൽ ന്യായമായി മാന്യമായി ഒരു വിഷയത്തിൽ പ്രതിഷേധിച്ച മുദ്രാവാക്യം, ഞങ്ങൾ ആരും കല്ല് വലിച്ചെറിയുകയോ ഒന്നും ആ വാഹനത്തെ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. വാഹനം തടഞ്ഞു നിർത്തി ഒന്നും ചെയ്തിട്ടില്ല. വളരെ സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള ഒരു അവകാശം എല്ലാവർക്കും ഉള്ളതാണ്. ആ ഒരു അവകാശം ഞങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങളെ പോലീസ് പിടിച്ച് റോഡ് സൈഡിലോട്ട് ഒതുക്കി, അതായത് ഫുട്പാത്തിൽ നിന്ന് ഒരു കടയുടെ മുമ്പിലോട്ട് ഒതുക്കി നിർത്തി കഴിയുമ്പോൾ Z+ കാറ്റഗറി സുരക്ഷയുള്ള ഉദ്യോഗസ്ഥരാണ്. ഈ ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ ഒപ്പം ഉണ്ടാവണം എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. അവർ ആ ഡ്യൂട്ടി തന്നെ വയലേറ്റ് ചെയ്തേക്കുന്നത്. ആ ഡ്യൂട്ടി വയലേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന അവർ വണ്ടി നിർത്തി പുറത്തോട്ട് ഇറങ്ങി വന്ന് ഞങ്ങളെ മർദ്ദിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോയതിനു ശേഷമായിരുന്നു ഈ സംഭവം നടന്നത്. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോയതിനു ശേഷമാണോ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ വന്ന് നിങ്ങളെ വാഹനം നമ്മൾ കണ്ടതാണല്ലോ? തീർച്ചയായിട്ടും നമ്മൾ കാണുന്നുണ്ടല്ലോ ആ വിഷ്വൽസിലെല്ലാം. ഞങ്ങൾ ഇന്ന് കോടതിയിൽ ഉൾപ്പെടെ സമർപ്പിച്ച ഫോട്ടോഗ്രാഫ്സ് അല്ലെങ്കിൽ ഒബ്ജക്ഷൻ സമയത്ത് സമർപ്പിച്ച ഫോട്ടോഗ്രാഫ്സ്, ആ ഫോട്ടോഗ്രാഫ്സിൽ വളരെ വ്യക്തമാണ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോയ ശേഷം, അതായത് ആ KSRTC ബസ് കടന്നു പോയ ശേഷം ഞങ്ങളെ മുഖ്യമന്ത്രി 2 പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് ഇവരുടെ ഒബ്ജക്ഷനിൽ ഉൾപ്പെടെ പറയുന്നുണ്ട് GSI സാബുവും AGSI പ്രദീപും, ഇവർ രണ്ടുപേരും സന്തോഷും സീമോൾ എന്ന് പറയുന്ന 2 പേർ അവിടെ ഉണ്ട്. ഈ 2 പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങളെ പിടിച്ച് മാറ്റി ഒരു ഓരത്ത് നിർത്തുമ്പോൾ അപ്പോഴാണ് കടന്നു വരുന്നത് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ വാഹനം, അതായത് കിയ കാർണിവലിൽ വരുന്ന വാഹനത്തിൽ നിന്ന് ഇറങ്ങിയാണ് ഒരു വെള്ള ഷർട്ടിട്ട ഒരു അനിൽകുമാർ എന്ന് പറയുന്ന ഗൺമാൻ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല ഇത് ആരാണ് വന്ന് അടിക്കുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായില്ല. അയാൾ മർദ്ദിക്കുകയാണ്. ആദ്യത്തെ അടി തോമസിന്റെ തലക്കെട്ടാണ് കൊള്ളുന്നത്. കാര്യം അപ്രതീക്ഷിതമായിരുന്നു. അതിനുശേഷം ഈ പറയുന്ന അടിക്കുമ്പോൾ അയാൾ തലയുടെ മേൽ
അയാളുടെ തലയുടെ മേളിൽ കൈ പൊക്കി വെച്ചുകൊണ്ടാണ് വീശി അടിക്കുവാണ്, 2 കൈ ഉപയോഗിച്ചുകൊണ്ട്. അത് ഞാൻ എൻ്റെ കൈ കൊണ്ടാണ് തടുക്കുന്നത്. അത് എൻ്റെ കൈ കൊണ്ട് ഞാൻ തടുത്തില്ലായിരുന്നെങ്കിൽ എന്ത് പറ്റുമായിരുന്നു? സ്വാഭാവികമായും മുള വടിയാണ്, അതായത് ലാത്തിയേക്കാൾ നീളമുള്ള വടി. ഞങ്ങളുടെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റിലും വളരെ കൃത്യമാണ്, ലാത്തിയേക്കാൾ നീളമുള്ള വടി കൊണ്ടാണ് ഞങ്ങളെ മർദ്ദിക്കുന്നത് എന്നുള്ളത്. അതൊരിക്കലും അവരുടെ ഡ്യൂട്ടി അല്ല. ഒരു മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു വെപ്പൺ ഒരിക്കലും വണ്ടിയിൽ ഹോൾഡ് ചെയ്യാൻ പാടില്ല. എന്ത് ബേസിസിലാണ് അവർ ഹോൾഡ് ചെയ്യുന്നത്? അതിനപ്പുറം അയാൾ അവിടെ നിൽക്കാൻ പാടില്ലാത്ത ഒരാളാണ്. മുഖ്യമന്ത്രിയുടെ എന്ത് സാഹചര്യത്തിലൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ടത്? അത് 3 സാഹചര്യത്തിലാണ്. ദ പ്രിലിമിനറി റെസ്പോൺസിബിലിറ്റി ഓഫ് ദ എസ്കോർട്ട് പേഴ്സണൽ ഈസ് ടു ഷീൽഡ് ദ പ്രൊട്ടക്റ്റീവ് ഫ്രം അറ്റാക്ക് ആൻഡ് ക്വിക്ലി ഇവാക്യുവേറ്റ് ഹിം ടു സേഫ്റ്റി. ഇന്ന് ഇവർ സമർപ്പിച്ച ഒബ്ജക്ഷനിലുള്ളതാണ്. എസ്കോർട്ട് പേഴ്സണൽ ഷാൽ നോട്ട് സ്റ്റോപ്പ് ഇൻ ആൻ ആംബിഡ് സിറ്റുവേഷൻ അൺലെസ് ടോട്ടലി അൺഅവോയ്ഡബിൾ. അതായത് ഒരു കാരണവശാലും നിർത്താൻ പാടില്ല. നിർത്തുന്നത് എപ്പോഴാണ്? അൺഅവോയ്ഡബിൾ സിറ്റുവേഷനിൽ മാത്രം. ഇവിടെ എന്ത് സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ള അങ്ങനെ ഒരു യാതൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടില്ല. എസ്കോർട്ട് പേഴ്സണൽ ഷാൽ എൻഗേജ് വിത്ത് എനിമി ഓൺലി ടു ദ എക്സ്റ്റെൻറ്റ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയെ തടഞ്ഞു നിർത്തിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗം നിൽക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഒരു ചോദ്യം കൂടി മനസ്സിലായി. ഒരു ചോദ്യം കൂടി, അതായത് നമ്മൾ പറഞ്ഞ രാജാവിനേക്കാൾ വലിയ അതെ അത് തന്നെയാണ്. എ.ഡി. തോമസ് എന്തായാലും ആലപ്പുഴയിൽ മത്സരിച്ച് എം എൽ എ ആകുകയും ചെയ്തു. അപ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ആലപ്പുഴ എന്ന് പറഞ്ഞാൽ വലിയ തരത്തിൽ ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ള വലിയ വിജയപ്രതീക്ഷയുള്ള സ്ഥലമായിരുന്നു. അവിടെയാണ് എ.ഡി. തോമസ് ആ മണ്ഡലത്തിൽ എം എൽ എ ആയി മാറുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം കൂടി എ.ഡി. തോമസിന്റെ വിജയത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടാവുമോ? അവിടെയുള്ള ജനങ്ങളുടെ മനസ്സിൽ ഇക്കാര്യം ആ രീതിയിൽ ഉണ്ട് എന്നാണോ ആ സമയത്ത് തോന്നിയത്? തീർച്ചയായിട്ടും കേരള ജനതയുടെ മനസാക്ഷിയെ മുറിവേൽപ്പിച്ചൊരു വിഷയമാണ്. കാര്യം നമ്മൾ പലപ്പോഴും പലരെയും കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഇലക്ഷൻ പ്രചരണത്തിനും മറ്റുമായി നമ്മൾ ചെല്ലുമ്പോൾ നമ്മളുടെ അടുത്ത് വളരെയേറെ സങ്കടത്തോടു കൂടിയാണ് അമ്മമാർ, അതുപോലെ തന്നെ പെങ്ങന്മാർ, ചില അമ്മമാർ, നാട്ടിലെ അമ്മമാർ, നമ്മുടെ സഹോദരിമാരുടെ പ്രായമുള്ള ആൾക്കാരെല്ലാം നമ്മൾ വളരെ കാര്യമായി സംസാരിക്കുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇപ്പം എങ്ങനെയുണ്ട്, ആ ഒരു കെയറിങ്. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന മർദ്ദന ദൃശ്യങ്ങൾ വീണ്ടും ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണിക്കുമ്പോൾ അവരുടെ വീട്ടിലൊരു മകനെ തല്ലുന്നത് പോലെ അവർക്ക് തോന്നുന്നത്. അത് ഒരു അന്യായം കാണിച്ചിട്ട് തല്ലുന്നതായിട്ടൊരു വെർഷൻ അവിടെ ഇല്ല. അത് തീർച്ചയായിട്ടും ജനഹൃദയങ്ങളെ കേരളത്തിൽ ഉടനീളമുള്ള ഉടനീളം ഈ തെരഞ്ഞെടുപ്പിനെ ഇത് ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, കേരളത്തിലുടനീളം. ശരി അജയ് ജുവൽ, വളരെയധികം നന്ദി. ഇന്ന് ഈ ഒരു നിങ്ങളെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു ദിവസമാണ്. ഇന്ന് നമ്മളോട് നിങ്ങളുടെ ആ ഒരു അനുഭവവും ഇന്നത്തെ ഈ ഒരു തീരുമാനങ്ങളിലേക്ക് നിങ്ങളുടെ പ്രതികരണവും പങ്കുവച്ചതിന്, നമ്മളോടൊപ്പം എത്തിയതിന്.